പ്ലാസ്റ്റിക് കത്തിക്കുന്നു എന്ന പരാതിയെ തുടർന്ന് അന്വേഷിക്കാനെത്തിയ പഞ്ചായത്ത് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതായി പരാതി. പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായത്. ചോറോട് ക്രാഷ്മുക്കിലെ പുനത്തിൽ മജീദിന്റെ വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന് ലഭിച്ച പരാതിയെ തുടർന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്കെത്തിയത്. ഇവിടെ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാരി തന്റെ മൊബൈൽ ഫോണിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതോടെ കയ്യേറ്റ ശ്രമവും നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫോണിന്റെ ദൃശ്യങ്ങൾ ഉടനടി ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ പ്രതിയായ മജീദ് ജീവനക്കാരുടെ കൈ തിരിച്ചു ദേഹോപദ്രവം ഏൽപ്പിച്ചതായും പരാതിയുണ്ട്. ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വീടിന്റെ ഗേറ്റ് പൂട്ടി അകത്തിടുമെന്നും പ്രതികൾ ഭീഷണി മുഴക്കി. ഏറെ ആക്രോശത്തോടെ എത്തിയ പ്രതികളിൽ നിന്നും വളരെ പ്രയാസപ്പെട്ടാണ് തങ്ങൾ പുറത്തേക്ക് രക്ഷപ്പെട്ടതെന്ന് ജീവനക്കാർ പറയുന്നു. ഇന്നലെ 8ാം വാർഡിൽ നിന്ന് പ്ലാസ്റ്റിക് കത്തിക്കുന്നൊരു പരാതി കിട്ടിയിട്ടാണ് നമ്മൾ 8ാം വാർഡിലെ പുനത്തിലെ മജീദിന്റെ വീട്ടിൽ ഒപ്പം മെമ്പറും ആ വാർഡിലെ മെമ്പറും പ്രേരകം ഉണ്ടായിരുന്നു. അപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പരാതി കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ആണെന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് നമുക്ക് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് അയാളെ കൂട്ടിയിട്ടാണ് പോയത്. ആദ്യം അയാൾ നമ്മളൊന്നും കത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും കത്തിച്ചിട്ടില്ല, എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹരിതകർമ്മസേനക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ച കുറച്ച് അഴുക്കുള്ള കവറുകളെല്ലാം കാണിച്ചു തന്നു. അപ്പോഴാണ് പ്രേരക് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി, സ്ഥലം പരിശോധിക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് മാറി പോയപ്പോൾ അവരെ പറമ്പിൽ കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് വീഡിയോ എടുത്ത്, നമ്മൾ കത്തിക്കുന്നതിന്റെ തെളിവ് വേണമല്ലോ, കത്തിക്കുന്നതിന്റെ വീഡിയോ എടുത്ത് അപ്പോൾ ഇയാളെ മകനും ഉണ്ടായിരുന്നു അവിടെ. മകനും ഇയാളും കൂടി ആ സന്ദർഭത്തിന് ചേരാത്ത ഉറപ്പ് എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്കെന്നെ ഓർമ്മയില്ല. കാരണം ആ സന്ദർഭത്തിന് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ, വെറുതെ കാര്യങ്ങൾ ഇങ്ങനെ തട്ടിക്കേറി സംസാരിക്കായിരുന്നു. ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പോയത്. നമ്മൾ പറയുന്ന ഒരു കാര്യവും അവരങ്ങോട്ട് കേൾക്കാതെ ഒരുപാട് കാര്യങ്ങൾ തട്ടിക്കേറി ഇങ്ങോട്ട് സൗണ്ടിൽ സംസാരിക്കുമായിരുന്നു. ഞങ്ങളെ സൗണ്ടിനേക്കാളും മേളിൽ സംസാരിച്ചാൽ ഞങ്ങൾ ഭയന്നോടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് അവര് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ട്, തുണികളുണ്ട്, മോപ്പുണ്ട്, മോപ്പിന്റെ പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട്, അലൂമിനിയം ഫോയിൽ ഉണ്ട്, ഇതൊന്നും കത്തിക്കാൻ പാടില്ല, ഇതൊക്കെ ഞങ്ങൾ ഹരിതകർമ്മസേന എടുക്കുന്നതാണ്. ഇതൊന്നും അയാൾ കേൾക്കാൻ തീരുമാനിക്കുന്നതേ ഇല്ല, ഒന്നും അവര് കേൾക്കുന്നില്ല നമ്മൾ പറയുന്നതൊന്നും. അപ്പൊ അവര് പറയുന്നത് ഇതൊക്കെ കത്തിച്ചാൽ എന്താണ്, അവരെ മോനൊരു ഡോക്ടറാവാൻ ഡോക്ടറായിനോ അങ്ങനെ എന്തോ ഡോക്ടറാവാൻ പഠിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നത് ഇതൊക്കെ കത്തിച്ചാൽ എന്താ, നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തിട്ട് പ്രൈവറ്റ് ഏജൻസിക്ക് വിറ്റ് നിങ്ങൾക്ക് പൈസയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ചെയ്തോളാം, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവസാനം പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇത് നിങ്ങൾ തെളിവിന് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നിട്ട് കത്തിച്ചതാണ്, ഇതൊന്നും നമ്മൾ കത്തിച്ചതല്ല. അപ്പൊ ഇയാളെ സംസാരം വളരെ ആശായപ്പോ നമ്മൾ പോരെന്ന് പറഞ്ഞ് നമ്മൾ ആ പറമ്പ് ഇങ്ങോട്ട് കയറി അവരെ ഫ്രണ്ടിലേക്ക് വന്ന്. അപ്പോഴാണ് ഈ ഉപ്പ കയറി ഫ്രണ്ടിൽ നിന്നിട്ട് എന്റെ കയ്യിൽ കയറി പിടിച്ച്, ഒരു കൈ കൊണ്ട് എന്റെ കൈ ഇങ്ങനെ ഞെക്കി പിടിച്ച്, മറ്റേ കൈ കൊണ്ട് എന്റെ ഫോൺ പിടിച്ചു വാങ്ങാണ്. ഈ ഫോണിലെ സാധനം വീഡിയോ ഡിലീറ്റ് ചെയ്യാണ്ട് ഈ വീട്ടിന്റെ ഗേറ്റ് ഇറങ്ങി പോവില്ല എന്ന് പറഞ്ഞാണ്. അപ്പൊ ഞാനിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഇപ്പൊ വിടുന്നില്ല. എന്റെ കയ്യിൽ നിന്ന് ഈ ഫോണ് തട്ടിപ്പറിച്ച് ഈ ഡിലീറ്റ് ചെയ്യടി, ഇത് ഡിലീറ്റ് ചെയ്യടി, അല്ലാതെ നീ ഈ ഗേറ്റിൽ പുറത്തു പോവില്ല. ഞാൻ എങ്ങനെയോ പിടിച്ചു വലിച്ച് തിരിക്കുകയാണോ എന്റെ കൈ പിടിച്ചു വലിച്ച് ഞാൻ എന്റെ വണ്ടീന്റെ ചാവി ഓണാക്കാൻ നിന്നപ്പോ വണ്ടീന്റെ ഫ്രണ്ടിൽ കയറി എന്നിട്ട് പറഞ്ഞു ഇത് ഡിലീറ്റ് ചെയ്യാണ്ട് ഇനി എന്റെ ഗേറ്റ് വിട്ട് പോവില്ല, ഇത് ഡിലീറ്റ് ചെയ്യടി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉപ്പൊക്കെ ഇങ്ങനെ ചുമ വരുവാണ്, കാരണം അത്രയും സൗണ്ടിലാണ് പറയുന്നത്. അപ്പൊ ഓർ പെട്ടെന്ന് അങ്ങോട്ട് മാറിയപ്പോ ഞാൻ ഇവരെ വിളിച്ച് മതി ഒന്ന് സംസാരിക്കണ്ടവാ പോരെ, നമുക്ക് നമ്മളെ നടപടിയിലേക്ക് കടക്കാന്ന് പറഞ്ഞിട്ട് ഇവളെയും പ്രേരകാണ് ഉണ്ടായിരുന്നത്. പ്രേരകിനെയും വാർഡ് മെമ്പറെയും വിളിച്ച് നമ്മൾ വണ്ടിയിൽ കയറി ഇങ്ങ് വരാനും. സംഭവത്തിൽ വടകര പോലീസ് കേസെടുത്തിട്ടുണ്ട്. വീട്ടുടമ പുനത്തിൽ മജീദ്, മകൻ ജുനൈദ് എന്നിവർക്കെതിരെയാണ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും അതിക്രമം കാട്ടിയതിനും കേസെടുത്തിരിക്കുന്നത്. ഡ്യൂട്ടിക്കിടെയുണ്ടായ ഈ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ചോറോട് പഞ്ചായത്തിലെ ജീവനക്കാർ പൂർണ്ണമായും പെൻ ഡൗൺ സമരം നടത്തി. പ്ലാസ്റ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ജീവനക്കാർക്ക് കൃത്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ജീവനക്കാരും ഭരണസമിതിയും പോലീസിനോട് ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടിയിൽ പഞ്ചായത്ത് സെക്രട്ടറി സതീഷ് കുമാർ, ഗീത, സജിത് കുമാർ, NK, പ്രസാദ് M, രാഹുൽ എന്നിവർ പങ്കെടുത്തു. കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറുകയാണ് ഈ പുനത്തിൽ മജീദ് എന്നയാളും മകൻ ജുനൈദും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഈ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയും പ്രതിഷേധ യോഗം ചേരുകയും പെൻ ഡൗൺ സ്ട്രൈക്ക് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വടകര പോലീസിൽ ഇന്നലെ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. 692/26 കേസ് നമ്പറായിട്ട് ഫയൽ ചെയ്തു. ആ സമയം തന്നെ ഈ പരാതിയെ, അതോടൊപ്പം തന്നെ ഈ പരാതി തള്ളിക്കളയാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അയാള് അപ്പോൾ തന്നെ വടകര പാർക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നെഞ്ചുവേദന എന്ന് പറഞ്ഞ കള്ളപ്പരാതിയായി നെഞ്ചുവേദനയ്ക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവനക്കാരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും പ്രത്യേകിച്ചും വനിതാ ജീവനക്കാരിയെ കൈപിടിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തതിൽ പഞ്ചായത്ത് ജീവനക്കാര് ഒന്നടക്കം
ജീവനക്കാരും ഭരണസമിതിയും ഒന്നടങ്കം ഇതിന്റെ ഏതറ്റം വരെ പോകുമെന്നും സുപ്രീം കോടതി വരെ പോയി വന്നാലും ഈ മജീദിനെയും ജുനൈദിനെയും നമ്മൾ ഒരു കാരണവശാലും പുറത്തുവിടില്ല, അയാളെ പൂട്ടിക്കും എന്ന് തന്നെയാണ് സ്റ്റാഫിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.